ഇടുക്കി കൂട്ടാറിൽ കമ്പമെട്ട് CI ഓട്ടോ ഡ്രൈവറെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ ലഭിച്ചു. കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷത്തിനിടെ ഉണ്ടായ മർദ്ദനത്തിൽ ഓട്ടോ ഡ്രൈവറായ മുരളീധരന്റെ പല്ല് ഒടിഞ്ഞിരുന്നു. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി ചേരുന്നു. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഈ പോലീസിന്റെ അതിക്രമങ്ങൾ അത് നമ്മൾ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ കണ്ടു. ഇപ്പോഴത്തെ മറ്റൊരു ദൃശ്യം കൂടി നമുക്ക് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുന്നു. പുതുവത്സര ദിവസത്തിൽ ഉണ്ടായ അതിക്രമം, വിശദാംശങ്ങൾ എന്താണ് ചെയ്യും? മോദി, ഗുഡ് മോർണിംഗ്. ഡിസംബർ 31 ഈ സംഭവം നടക്കുന്നത്. കൂട്ടാർ എന്ന് പറയുന്ന ചെറിയ ഗ്രാമപ്രദേശമാണ്. കമ്പമേട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഇവിടെ കുറെ ചെറുപ്പക്കാർ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് അവർക്ക് പടക്കം മേടിച്ച് നൽകിയതിനു ശേഷം മടങ്ങി വന്ന് ഒരു കൂട്ടം ആളുകളോടൊപ്പം സംസാരിക്കുകയാണ് ഈ മുരളീധരൻ. അതിന്റെ ഇടയിലേക്കാണ് ഈ കമ്പമേട്ട് CI ഷമീർ ഖാൻ കടന്നു വരുന്നത്. അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം ഈ കുറച്ച് പ്രായമുള്ള ആളുകളാണ് എല്ലാവരും, അവരെയൊക്കെ പിടിച്ച് തള്ളി പറഞ്ഞു വിടുകയാണ്. ഈ സമയത്ത് തള്ളിയപ്പോൾ ഈ മുരളീധരൻ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ തിരിഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് ഷമീർ ഖാൻ അടിക്കുന്നത്. അദ്ദേഹം ഈ അടിയിൽ നിലത്ത് വീഴുന്നുണ്ട്. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവിടെ നിർത്തിയതിനു ശേഷം വീണ്ടും ഈ CI വന്നിട്ട് വീണ്ടും ഇദ്ദേഹത്തെ തല്ലുകയാണ് ഉണ്ടായത്. ഈ മർദ്ദനത്തിൽ അദ്ദേഹത്തിന്റെ പല്ലിന് ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം ദന്തൽ ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ രേഖകളുണ്ട്. ആദ്യഘട്ടത്തിൽ ഇതിൽ പരാതി ഉന്നയിക്കാൻ മുരളീധരൻ തയ്യാറായില്ല. കാരണം ആദ്യഘട്ടത്തിൽ പോലീസ് ഒരു രമ്യത ചർച്ചയൊക്കെ സംഘടിപ്പിച്ച് ഈ ചികിത്സാ ചെലവൊക്കെ വഹിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഈ പരാതി ഒതുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ ചികിത്സാ ചെലവൊന്നും വഹിക്കാൻ പോലീസ് പിന്നീട് തയ്യാറായില്ല. ഇതോടുകൂടിയാണ് മുരളീധരൻ വീണ്ടും പരാതിയുമായി കട്ടപ്പന DYSPയെ സമീപിക്കുന്നത്. DYSPക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ആ പരാതിയിൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ എന്ത് പ്രകോപനം ഉണ്ടായാൽ പോലും, ഒരാളുടെ ഭാഗത്തുനിന്ന് എന്ത് പ്രകോപനം ഉണ്ടായാൽ പോലും CIക്ക് ഇത്തരത്തിൽ പെരുമാറാൻ അവകാശമോ അധികാരമോ ഇല്ല. അദ്ദേഹം നിയമവിരുദ്ധ ായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇക്കാര്യത്തിൽ ഒരു പരാതി ലഭിച്ചിട്ടും അതിൽ നടപടി സ്വീകരിക്കാതിരുന്നത് വീഴ്ചയാണ്. കട്ടപ്പന DYSPയുടെ ഭാഗത്തുനിന്നും ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് ഉണ്ടായത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു നടപടിയാണ്. ഒരാളെ അടിച്ച് വീഴ്ച താഴെ ഇട്ടതിന് ശേഷം അദ്ദേഹത്തെ വീണ്ടും പിടിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും മർദ്ദിക്കുക എന്നത് പറയുന്നത് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് അനീതിയാണ്. ഇതിനെതിരെ തീർച്ചയായിട്ടും നടപടി ആവശ്യമാണ്. ഷമീർ ഖാൻ കമ്പമേട്ട് പോലീസ് സ്റ്റേഷനിലെ SHO ആണ്. മോദി. ശരി ജെയിൻ.